എനിക്ക് ഓഫീസിൽ ഓഡിറ്റിൻ്റെ വർക്ക് ഉണ്ട്. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഭക്ഷണം കഴിച്ച് കിടന്നോളൂ. ശരി അച്ഛാ, വേഗം വാ. ആ മോളെ, അമ്മ വീട്ടിലെത്തിയോ? ആ എത്തിയിട്ടുണ്ട്. എന്തോ ജോലിയില്ല അച്ഛാ. ആ ഓക്കെ മോളെ. ശരി അച്ഛാ. ഓക്കെ മോളെ. ആ ഓക്കെ. ഹലോ, ആംബുലൻസ് ആണോ? ഹൈവേയുടെ അടുത്തൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, വേഗം വേണം. ഇവിടെ ഇങ്ങനെ അനങ്ങാതിരുന്നിട്ട് എന്താ കാര്യം? ബാഗിലെ ബുക്കൊക്കെ എടുത്തു വെച്ചൂടെ? എന്താ അവൾക്ക് സ്കൂളിൽ പോകാൻ എത്ര തിരക്ക്? അവള് സ്കൂളിലേക്ക് തനിച്ചു പോയി വരൂ. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണേ? അടുത്ത വർഷം സ്കൂളിൽ ചേർത്താ പോരെ? കഴിഞ്ഞ വർഷം ഇത് തന്നെയല്ലേ പറഞ്ഞേ? ഇങ്ങനെ പറഞ്ഞു ഒരു വർഷം നഷ്ടപ്പെടുത്തി. അങ്ങനെയല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവള് കേൾക്കില്ല. ഈ വർഷം എന്തായാലും സ്കൂളിൽ ജോയിൻ ചെയ്തേ പറ്റൂ. ഡാഡിക്ക് എന്താ പറ്റിയേ? ഡല്ലാണല്ലോ. അങ്ങനെയൊന്നുമില്ല മോളെ. എന്നെ സ്കൂളിൽ അയക്കാനായിട്ട് അച്ഛന് ഇഷ്ടമല്ലേ? അതല്ലടാ, നീ എങ്ങനെ തനിച്ച് സ്കൂളിൽ പോയി വരുന്നു കരുതിയിട്ടാ? ഞാൻ സ്കൂളിലേക്ക് പോണില്ല. ചക്കര തീരെ ഒരു ബോധമില്ല. ചിരി കണ്ടില്ലേ? അതെ, മോള് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഇവള്. നിങ്ങള് വേഗം വന്നേ. അച്ഛൻ വന്നല്ലോ. അച്ഛൻ വന്നമ്മേ. ഹാപ്പി ബർത്ത്ഡേ മോളെ. അച്ഛന് വേണ്ടി എത്ര നേരം കാത്തിരിക്കുന്നു. ബാക്കിയൊക്കെ കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐ ലവ് യു അച്ഛാ. ഐ ലവ് യു ടു മോം. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അമ്മ. പ്രോജക്റ്റ് വർക്ക് എവിടം വരെയായി? ഓൾമോസ്റ്റ് തീർന്നച്ചാ. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് എവിഡൻസിന് വെയിറ്റ് ചെയ്യാ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അമ്മ എന്നും ഇത് തന്നെയാണോ? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ലേ? സ്പെഷ്യൽ അല്ലേ? എങ്ങനെയുണ്ട് നോക്കിയേ? പിന്നെ നോക്കിയാ പോരെ? ഈ ഭക്ഷണം കഴിക്കുമ്പോ തന്നെ വേണോ? എങ്ങനെയുണ്ടെന്ന് പറ. നോക്കടി. നീ എന്തിനാ ഇപ്പൊ അവളെ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്താ പോരെ? ഞാൻ എപ്പോ കല്യാണ കാര്യം പറഞ്ഞാലും രണ്ടുപേരും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. നാട്ടിലുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, നമ്മുടെ മോളുടെ ഒഴിച്ച്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ആര് കേൾക്കാൻ? അമ്മ. എന്തമ്മ? എത്ര കാലം നീ ഇങ്ങനെ ഇരിക്കും? എന്തിനാ എപ്പോഴും ഈ കല്യാണത്തെ പറ്റി പറഞ്ഞ അവളുടെ മൂഡ് സ്പോയിൽ ആക്കുന്നത്? അത് പറഞ്ഞപ്പോ എന്നോട് ദേഷ്യപ്പെട്ട് പോണ കണ്ടോ അവള്? ഇനി അച്ഛനായി മോളായി നിങ്ങളുടെ പാടായി. നിങ്ങൾ ഇനി എന്താന്ന് വെച്ചാ ചെയ്തോ. ഏയ് ഞാൻ പറയുന്നത്
സർ സർ ജസ്റ്റ് 5 മിനിറ്റ്സ് സാർ. ഇനിയും കാവ്യ വന്നില്ല സാർ. ഓക്കെ 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 സാർ. ഓ സമയമായി, ഇനിയും വന്നില്ലല്ലോ. ചേച്ചി ബുജി സെറ്റപ്പ് എല്ലാം ഓക്കെ അല്ലേ? എല്ലാം റെഡിയാ ചേച്ചി. ചേച്ചിയാണ് ലേറ്റ്. എന്നാ പിടിച്ചേ. അങ്ങോട്ട് പോവാ. നമസ്കാരം ചേച്ചി. ചേച്ചിന്റെ അങ്ങനെ വെറുതെ ഇരിക്കണേ? കസ്റ്റമേഴ്സ് ആരും ഇല്ലേ? ആരും ഒന്നും വാങ്ങിക്കാൻ വരുന്നില്ല മാഡം. കുറച്ച് ദിവസമായിട്ട് കച്ചവടമൊന്നും നടക്കുന്നില്ല. വാങ്ങി വെക്കുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോവുക. ഞങ്ങളെ ഒന്ന് സഹായിച്ച പുണ്യം. നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങളുടെ ചാനൽ വഴി ജനങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ക്യാമറമാൻ ബുജിക്കൊപ്പം കാവ്യ. താങ്ക് യു. എന്താ ചേച്ചി, ബോസ് എന്താ പറഞ്ഞേ? നമുക്ക് വേറെ വർക്കൊന്നും തരില്ലെന്നേ. പൊളിറ്റിക്കലായി എന്തെങ്കിലും കവർ ചെയ്താൽ അത് വേണ്ടാന്നും പറയും. എന്നും ഇത് തന്നെ. നമുക്ക് മാത്രം വേറെ ഷോ ഒന്നും തരില്ല. നമുക്ക് വേറെ ട്രൈ ചെയ്യാൻ ചേച്ചി. ഇനിയിപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്ത് പോപ്പുലർ ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കീമോ ആരെങ്കിലും ചെയ്ത് സ്കാമോ അങ്ങനെ എന്തെങ്കിലും കുത്തിപ്പൊക്കണം. എന്ത് പറയാനാ, രാത്രി മൊത്തം അതിന് പുറകെയായിരുന്നു. എന്താ നൈറ്റ് മൊത്തോ? സ്കീമിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ രാവിലെ ആണെങ്കിലും നടക്കും. പക്ഷെ സ്കാമിനെ പറ്റി റിസർച്ച് ചെയ്യാൻ രാത്രിയാണ് നല്ലത്. ആ സ്കാം ഈ സ്കാം എന്ന് പറഞ്ഞ് ഇവർ തന്നെ സ്ട്രിങ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചി. ആ സ്കാൻ ചെയ്തവൻ എവിടെയാണോ എന്തോ. എന്നാ ചേച്ചി ഒന്ന് പിടിച്ചേ. ആയിക്കോട്ടെ. വേഗം ചീട്ടിട്. വായടിച്ചിട്ടേ അടുത്ത റൗണ്ട് ഇടറാ. നീ ജയിക്കാൻ പറ്റുമോ നോക്കണേ. കോപ്പ് ഇപ്പൊ തന്നെ 20,000 രൂപയായി. അത് നീ ആദ്യം വെക്കടാ. എന്താടാ കലിപ്പാണാ? നീ മറന്നുപോയാ? ആ ചീട്ട് കുത്തിയിട. ഈ റൗണ്ട് ഞാൻ തന്നെ ജയിച്ചു. ശരി, മര്യാദയ്ക്ക് 20,000 എടുത്തോക്കടാ. എന്റെ കാശ് വെച്ചിട്ട് നീ പോയാ മതി. എന്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്കടാ. കൈയെടുത്തില്ലെങ്കിലോ? ഇന്ന് കൊല്ലുന്നില്ല ഞാൻ.
ഈ വെഡിങ് കാർഡ് കൊള്ളാലോ. ആരുടെ? ആ പെണ്ണ് ഇവളേക്കാൾ 3 വയസ്സ് ചെറുതാ. ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഇത് നോക്കൂ മോളെ, അമ്മ പറയുന്നതിലൊരു കാര്യമില്ല. ഇനിയിപ്പോൾ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. എന്റെ മനസ്സിൽ അങ്ങനെ ആരും ഇല്ല അച്ഛാ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? കല്യാണത്തിന് സമ്മതിച്ചൂടെ? കല്യാണമൊക്കെ ഏത് വയസ്സിൽ നടക്കണമോ ആ പ്രായത്തിൽ തന്നെ നടക്കണം, എന്നാലേ നന്നാവൂ. ഞാൻ പറയുന്നത് കേൾക്കും മോളെ. നിന്റെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും സമ്മതിച്ചൂടെ? ശരി അച്ഛാ, നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ മോൾക്ക് വേണ്ടി ഓൺലൈനിൽ ചെറുക്കനെ നോക്കിയാലോ? പിന്നെന്താ? നായിന്റെ മക്കള് വെറും 20,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെന്നോട് കളിക്കാൻ വേണ്ടി വന്നത്. എടാ നീ എന്താടാ ഈ പറയുന്നത്? എത്ര കാലം നീ ആ ക്ലബിനെ വിശ്വസിച്ചിരിക്കും? നിനക്ക് ലൈഫിൽ സെറ്റിൽ ആവണ്ടേ? ഇത് എന്തുകൊണ്ടാന്ന് വിചാരിക്കണ്ട. ലൈഫിൽ സെറ്റിൽ ആവണമെന്ന് എനിക്കും തോന്നണ്ടാ. ബട്ട് ഹൗ? ഒരു നല്ല വഴിയുണ്ട്, നോക്കുന്നോ? എന്റെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യൂടാ. ഇപ്പൊ നീ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങനെ ഈസി ആയിട്ടും സെറ്റിൽ ആവാൻ പറ്റില്ല. സോ നല്ല പണവും പ്രതാപവും ഉള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിതം സെറ്റിൽ ആവും. എന്റെ സൈഡിൽ നല്ല സപ്പോർട്ട് ഉണ്ടാവും. എടാ പെട്ടെന്ന് ഇങ്ങനെ എന്റെ ലൈഫിലേക്ക് കയറി വരാൻ പറ്റിയ പെണ്ണ് എവിടെ ഉണ്ടാ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്താടാ പരിപാടി? എടാ ലൈഫ് വേഗം സെറ്റിൽ ആവണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഓരോന്ന് സെർച്ച് ചെയ്തോണ്ടിരിക്കുക. എല്ലാ മാട്രിമോണി സൈറ്റിലും എൻ്റെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചുമ്മാ കോംപ്രമൈസ് ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മുടെ വലയിൽ ആരാ കൊടുക്കുന്നത് നോക്കാം. നിനക്ക് മാച്ചായിട്ട് ഒരാളെ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നോക്കി, രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഞാൻ പോയി കാണാം, ആരാ നല്ലത് ഫൈനലൈസ് ചെയ്യാലോ. ഇവർ രണ്ടുപേരും ഓക്കെയാ. രണ്ടുപേരും കൊള്ളാം. രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്. നമുക്ക് നാളെ തന്നെ പോയി കണ്ടാലോ? എന്താ അമ്മേ, എന്താ അങ്ങനെ നോക്കുന്നേ? ആ പയ്യനോട് നന്നായിട്ടൊക്കെ സംസാരിക്കണേ. അതിനാണല്ലോ ഞാൻ റെഡിയാവുന്നേ. ഇല്ലമ്മ, ഇതുവരെ വന്നില്ല. ഞാൻ നേരത്തെ ഒന്നും വന്നില്ലമ്മേ, കറക്റ്റ് സമയത്ത് തന്നെയാ വന്നത്. ആ കുട്ടിയാണ് ലേറ്റ്. ഇപ്പൊ മനസ്സിലായല്ലോ, ആ കുട്ടിക്ക് ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല. അതെമ്മേ. പെട്ടെന്ന് തീരുമാനം എടുക്കണ്ട. അവള് പറയുന്നത് കേട്ടിട്ട് ഞാൻ തീരുമാനിച്ചോളാം. സൂപ്പർ കുട്ടിയമ്മ. എന്ത് സൂപ്പർ ആണെങ്കിലും ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. അവളിപ്പോഴാ വരുന്നത്. അമ്മ ഫോൺ വെക്കേ, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നില്ല. ഹായ്. ഹലോ, കോഫി ഓർന്ന് ഓർഡർ ചെയ്യട്ടെ? കോഫിയോ? നോ നോ, അത് ഹെൽത്തിന് നല്ലതല്ല. സോ ഇളനീര് കുടിക്കാം. വാട്ട്? കോഫിയുടെ കോക്കനട്ട് വാട്ടറോ? സൂപ്പർ ആയിരിക്കും.
എക്സ്ക്യൂസ് മീ, 2 കോക്കനട്ട് വാട്ടർ പ്ലീസ്. എന്ത് വട്ടാണോ? എങ്ങനെയുണ്ട് നമ്മുടെ മീറ്റിംഗ്? കോഫി ഡേയില് കോഫി ഡേയിലിരുന്ന് കോക്കനട്ട് വാട്ടർ കുടിക്കാനല്ലേ, നല്ല രസമായിരിക്കും. യു ആർ സോ ഫണ്ണി. നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? വാട്ട്? ആരെങ്കിലും കോളിലുണ്ടോ? ആ, അമ്മ ലൈനിൽ തന്നെ ഉണ്ട്. ഹൗ ഡിസ്കസ്റ്റിംഗ്. എന്താ പറഞ്ഞ? നത്തിങ്. ഞാൻ എന്ത് കാര്യമാണെങ്കിലും അമ്മയോട് ഷെയർ ചെയ്യും. ഓ, ടൈമായി, എനിക്ക് ഓഫീസിൽ പോകണം. ഞാൻ ഭയങ്കര പങ്ക്ച്വലായ ആളാണ്. ബൈ ദ വേ, എൻഡ് ഓഫ് ദ മീറ്റിംഗ് എന്നോട് സംസാരിച്ചിട്ട് എന്തോ ഒന്നു. മീറ്റിംഗിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അമ്മയും കൂടെ വന്നിരുന്നെങ്കിൽ നന്നായി. കാവ്യ എങ്ങോട്ടാ? പഞ്ചാര. ഓ, ഞാനും അങ്ങോട്ടാ പോണേ. ഒരു നിമിഷം നിൽക്കേ, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന്. തലവേദന ഉണ്ടോ? നശിച്ചു പോയി. ഓക്കെ, ബൈ. എക്സ്ക്യൂസ് മീ, ഒരു സ്ട്രോങ് കോഫി. ആ അമ്മ, ഞാൻ എത്തി. ആ, ഞാൻ കണ്ടിട്ട് പറയാം. അമ്മ എന്ന് ഫോൺ വെച്ചേ. കാണുന്നില്ല. ആ അമ്മ, ശരി ശരി. ഇനി അവിടെ വരാതിരിക്കൂ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ പത്മനാഭനല്ലേ? ഹലോ, ചോദിച്ചു കേട്ടില്ലേ? അയ്യോ, എനിക്ക് നന്നായി കേൾക്കാം. ഇത്ര നേരം രാഹുൽ അല്ലായിരുന്നോ? അതാ ഞാൻ മിണ്ടായിരുന്നത്. അമ്മേ, അമ്മയ്ക്ക് പ്രാന്തന്മാരെ മാത്രം കിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്തായി, രണ്ടുപേരും ഓക്കെ അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം തരൂ. എങ്ങനെയുണ്ടായിരുന്നു പറ മോളെ. അവര് മനുഷ്യന്മാരൊന്നുമല്ല, ഭ്രാന്തന്മാരാ. നീ എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവര് വട്ടന്മാരെ പോലെ പെരുമാറുന്നേ. അവരെ കണ്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞു വന്നതാ. ഇങ്ങനെയുള്ളമാരെ നീ ജീവിതത്തിൽ കാണരുതെന്ന് എന്റെ പ്രാർത്ഥന. ഹലവലാദികൾ. ഇനി ഇങ്ങനെയുള്ളമാരെന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ കൊന്നുകളഞ്ഞ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ഇനി ഇങ്ങനെയുള്ള പ്രാന്തന്മാരോട് ഞാൻ സംസാരിക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമായി എന്നോട് പറ. ആദ്യം ഞാൻ അവരെ ഫോളോ ചെയ്ത് അവൻ എങ്ങനെയുള്ള ആളാന്ന് അറിഞ്ഞ് ഞാൻ ഫൈനൽ ചെയ്യാം. എന്താ അതുപോരെ? ഇത് ശരിയാവില്ല. അമ്മയുടെ ആഗ്രഹമല്ലായിരുന്നു എന്നെ പെട്ടെന്ന് കടിച്ചു വിടണമെന്ന്. പറയണേ കേട്ടില്ലേ പിശാജ്? എന്താന്ന്? ഞാനെന്താ പറഞ്ഞേ? എന്റെ മോള് തങ്കക്കൂടാണെന്നാ പറഞ്ഞേ, അല്ലേടാ? മനു, എന്താടാ ഇവളെങ്ങനെയുണ്ട് നോക്കി? നീ നോക്കിട്ട് പറ. അടിപൊളിയാണല്ലോടാ. നിന്റെ കമ്പനിയിലെ ടീം ലീഡർ ആണെന്നാ പറയുന്നത്. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എടാ, നിനക്ക് എന്താണ് അത്ര സംശയം? ഞങ്ങളുടെ MD ഞാനും നല്ല ക്ലോസാണ്. ഞാൻ ഓൾറെഡി നിന്നെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ നിന്റെ പെർഫോമൻസ് തുടങ്ങി. നീ കണ്ടോടാ നിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും. അമ്മേ, ഞാൻ ഓഫീസിൽ പോവാണേ. എടി ഇവനെ നോക്കിയേ, എന്തൊരു ഭംഗിയാ. അമ്മ, എനിക്ക് സമയമായി. പ്ലീസ് നോക്ക് മോളെ, എനിക്ക് വേണ്ടി ഒന്ന് നോക്ക്. നോക്കിയേ, എന്ത് നല്ല പ്രൊഫൈലാ ഇവന്റെ. വലിയൊരു കമ്പനിയിലെ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. കാണാൻ എന്തൊരു ചന്ത അല്ലേ? നോക്ക് മോളെ. ഓ, ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു. പറ, എങ്ങനെയുണ്ടെന്ന് പറ. കുഴപ്പമില്ല, ആള് കൊള്ളാം, പ്രൊഫൈല് നല്ലതാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടെ? അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ മറന്നോ? ആദ്യം എനിക്ക് അവനെ ഇഷ്ടമാവണം, എന്നിട്ട് ഞാൻ ഫൈനലൈസ് ചെയ്ത് അമ്മയോട് പറയാം. ഓക്കെ? ശരി അമ്മ, ഞാൻ പോവാണേ. ബൈ. ഹലോ, നിങ്ങൾ ആരാ? എൻ്റെ അടുത്ത് ആരാന്ന് ചോദിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി വേണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ പറയട്ടെ? നിങ്ങൾക്ക് ആരെയാ കാണുന്നത്? ടീം ലീഡർ പ്രശാന്തിനെ അറിയോ നിങ്ങൾക്ക്? ഓ, പ്രശാന്ത് സാറിനെ കാണാനാണോ? ആ, ചെല്ല്.
വാ. ചെന്നു. ഇവിടെ എവിടെയാ നമ്മുടെ പ്രോഗ്രാം? ഇതൊരു പേഴ്സണൽ പ്രൊജക്റ്റാടാ. എന്താ ചേച്ചി സംഭവം? എന്താ ചേച്ചി ആലോചിക്കണേ? പുള്ളിക്കാരൻ എങ്ങനെയുണ്ടടാ? അയാളെന്താ ചേച്ചി സിനിമാക്കാരനെ പോലെ സൂപ്പറാണ്. ആരാ ചേച്ചി? എല്ലാം ഓക്കെ ആണെങ്കിൽ അയാൾ നിനക്ക് ചേട്ടനാ. ഓ റിയലി? ചെക്കൻ സൂപ്പറാണ് ചേച്ചി. നല്ല സെലക്ഷൻ ചേച്ചി. കൊള്ളാല്ലേ? ആ നീ എപ്പോഴും ചോദിക്കാറില്ലേ ഒരു ലൈവ് ടെലികാസ്റ്റിന് ചാൻസ് വേണം? ആ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷൂട്ടിനടയ്ക്ക് നമുക്ക് അയാളെ പറ്റി കൂടുതൽ അറിയാം. ലൈവ് പ്രോഗ്രാം എന്തായാലും അടിപൊളിയാവും ചേച്ചി. നോക്കിക്കോ എന്റെ ജോലി എങ്ങനെയുണ്ടെന്ന്. നിന്നെ സൂന്ന് ചടിപ്പൊന്ന് കൊരങ്ങനെ പോലെ ഉണ്ടല്ലോ. ഞാൻ പോപ്പുലർ ന്യൂസ് ചാനൽ വിജെ ചാനലിൽ നിന്ന് വരുന്നു. സോഫ്റ്റ്വെയർ ഓഫീസിൽ നിനക്കെന്ത് ജോലിയാ? സാർ ഇവിടെ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ത്യാഗം ചെയ്തെന്ന് ആർക്കും അറിയില്ല സാർ. നിങ്ങളുടെ കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ എത്ര സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, എത്ര കഷ്ടപ്പെടണമെന്നറിയോ? ഇതൊക്കെ ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നത്. സാർ സാർ എന്ത് പറ്റി സാർ? സാർ എന്തിനാ ഇപ്പൊ കരയുന്നത്? ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഇവിടുന്ന് പെടാപ്പാട് കണ്ടിട്ട് ദൈവം നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാമാണ് ചെയ്യേണ്ടത് അത് ഞാൻ അറേഞ്ച് ചെയ്ത് തരും. ഞങ്ങളുടെ സോഫ്റ്റ്വെയറിനെ പറ്റി എന്ത് പ്രോഗ്രാം ആണെങ്കിലും ശരി, ഈ ഞാൻ പെർമിഷൻ തന്നിരിക്കും. ബോയ്സ് കമാൺ, ഒന്ന് പെട്ടെന്ന് വാ. കമാൺ ക്യാച്ച് ചെയ്തോ സാർ. ആ വർക്കിന്റെ കാര്യം എന്തായെന്ന് പറഞ്ഞു? ഒരു 10 മിനിറ്റ് തീരും സാർ. ഓക്കെ, തീർന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ. യെസ്. പ്രശാന്ത് ഇവിടെ ടീം ലീഡറായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? ആ ഉണ്ടല്ലോ, കുറച്ച് കാലമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. ഓക്കെ. എത്ര നാളായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട്? ഏകദേശം 1 വർഷമായിട്ട് പരിചയമുണ്ട്. ഓ ഓക്കെ. നിങ്ങൾ എത്ര നാളായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 2 വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഓ 2 വർഷമായല്ലേ? അതെ അതെ. ഓക്കെ. സാർ ലിഫ്റ്റ്, സാർ ലിഫ്റ്റ്, സാർ ഒരു ലിഫ്റ്റ് സാർ. എന്തു പറ്റി? എന്താണെന്ന് അറിയില്ല സാർ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ശരി, അകത്ത് കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ സാർ. അതെ, വണ്ടി ഒന്ന് റേസ് ചെയ്തേ. ആ ഓക്കെ സാർ. ഓക്കെ. ഹലോ സാർ എന്തു പറ്റി? വിഷമിച്ചിരിക്കുന്നു? ക്ഷമിക്കണം സാറേ, സാറ് വന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചത് മനസ്സിലായോ? എന്താ വിഷമിച്ചിരിക്കണേന്ന്? അങ്ങനെ ഒന്നുമില്ല സാറേ. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വലയ്ക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ, എന്തു പറ്റി? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ സാറേ, വീട്ടിൽ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് തീരെ വയ്യ. ഹോസ്പിറ്റലിലാണ്. ഏത് ഹോസ്പിറ്റല്? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. സാർ ഇപ്പോഴേ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചു. വേണ്ട സാർ, വേണ്ട സാർ, വേണ്ട. നോ പ്രോബ്ലം. അമ്മയെ എത്രയും പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റും. മനസ്സിലായ? അമ്മ കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി എന്തുള്ളൂ. എത്ര കാശ് വേണമെങ്കിലും പറ, ഞാൻ നോക്കിക്കോളാം. ശരി സാറേ. അമ്മയില്ലാതെ ജീവിച്ചതിൻ്റെ വിഷമം എനിക്കറിയാം. എന്നാൽ ശരി, വേഗം ചെല്ലാൻ നോക്കാം. He's a boy. I'll hands on.
എന്താ അമ്മേ, കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ പറയണതൊന്നും നീ കേൾക്കില്ലല്ലോ, അതുകൊണ്ടാ. എൻ്റെ മോൾക്ക് പെട്ടെന്നൊരു കല്യാണം നടക്കാൻ രാമനെ വിചാരിച്ച് ശ്രീരാമജയ എഴുതിക്കൊണ്ടിരിക്കുക. ഇനി വേവരാതി പറഞ്ഞ കാര്യമൊന്നുമില്ല. എൻ്റെ രാമനെ ഞാൻ തന്നെ കണ്ടെത്തി. ആഹാ, അപ്പൊ നിനക്ക് പ്രശാന്ത് ഓക്കെയാണല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്യാം. ഞാൻ എന്തായി കേൾക്കണേ? ഇപ്പൊ തന്നെ ഞാൻ വിളിക്കാട്ടോ. മനു, മനു, ആ മോനെ പറടാ. ഇത് നോക്കിയേ, കാവ്യ വിളിക്കുന്നത്. അടിപൊളി. ആരാത്? ഞാൻ കാവ്യയുടെ അമ്മയാണ്. കാവ്യ? അതെ, മാട്രിമോണിയൽ സൈറ്റില് എന്റെ മോൾക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നില്ലേ? ഓ ആന്റി, സോറി, റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു 10 ദിവസമായി, അതുകൊണ്ടാ മറന്നുപോയത്. സോറി മോനെ, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാ ഞങ്ങളും കണ്ടത്. അയ്യോ ആന്റി, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. എന്റെ മോൾക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മോനെപ്പ ഫ്രീ ആവുമെന്ന് പറഞ്ഞാ? ഷുവർ ആന്റി, ഇന്ന് ഈവനിങ് ഞാൻ ഫ്രീ ആണ്. വൈകിട്ട് 5 മണിക്ക് ഡോക്കിൽ മീറ്റ് ചെയ്യാം. ശരി മോനെ. ഓക്കെ ആന്റി. അടിപൊളി അളിയാ, തകർത്തു. അമ്മ എങ്ങനെയുണ്ട്? അമ്മ എന്തേലും പറ. ആ മഹാലക്ഷ്മി പോലെ തന്നെ ഉണ്ട്, ആരുടെയും കണ്ണു തട്ടണ്ട. ശരി അമ്മ, സൂക്ഷിച്ചു പോണേ. ഹലോ, ഹായ്, ഐ എം പ്രശാന്ത്. കാവ്യ. Would you like to have coffee? Cappuccino? Excuse me. യെസ് സർ. 2 cappuccino. ഓക്കെ സർ, താങ്ക് യു. Thank you. So, കണ്ടോടനെ എന്നെ മനസ്സ് വായിച്ചെടുത്തല്ലേ? എക്സ്ക്യൂസ് മീ സർ, ഓർഡർ റെഡി സർ. താങ്ക് യു. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ എന്തായാലും തന്നോട് പറഞ്ഞല്ലേ പറ്റൂ. തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തൻ്റെ ഇമേജ് ഉണ്ടല്ലോ, ഇവിടെ അല്ല, ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുക. റിയലി? ഈ ചെറിയ കൂട്ടമൊന്നുമല്ല, ഈ ലോകം മുഴുവൻ വന്നാലും തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഷുഗർ? ബ്രൗൺ? ഇതിനു മുന്നേ മാട്രിമോണിയിൽ വേറെ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ?
ഏയ് ഇല്ല, തന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. Why? ഈ മാച്ചസ് ചൂസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഞാൻ തന്നെ കണ്ടെത്തിയത്. അപ്പോഴേ ഞാൻ ഡിസൈഡ് ചെയ്തു. Mhm. എന്താണെന്ന് അറിയില്ല, എൻ്റെ മനസ്സിൽ താനേ കയറി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ കഴിഞ്ഞിട്ടും തൻ്റെ റീപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്തോ ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൺ ഡേ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളത്. ശരി, അല്ല തൻ്റെ മാച്ച് പ്രോസസ്സിൽ വേറെ ആരും മീറ്റ് ചെയ്തില്ലേ? അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. വാട്ട് ഹാപ്പൻ? 2 പേരെ മീറ്റ് ചെയ്തു. തൂക്കിയെടുത്ത് മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കണം. അത്രയ്ക്ക് റെയർ പീസുകളാ. കല്യാണത്തെ പറ്റി നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ? അത് പിന്നെ എനിക്ക് മാരേജ് ഈസ് എ ഗ്രേറ്റ് തിങ്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും സോൾമേറ്റ് ആയിട്ട് ഫീൽ ചെയ്താൽ അയാൾ നമ്മൾ ലൈഫിലേക്ക് ചേർത്ത് നിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് മാരേജ്. അതുകൊണ്ടാണ് മാരേജ് ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞത്. ഇതെൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. എന്ത് പറയുന്നു നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ്? ഇറ്റ്സ് നോട്ട് ബാഡ്. നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പോവാ. ആൻഡ് യു? ജസ്റ്റ് വൺ സെക്കൻഡ്. ഫൈൻ. ഹലോ. ആ ഓക്കെ, ഓൺ ദ വേ. നമുക്ക് ഇറങ്ങിയാലോ? ഓഫീസിലേക്കാണോ? ഓക്കെ. എവിടെയുണ്ട് മാഡം? എന്താ കാര്യം? എന്താണെന്നറിയില്ല, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് സംസാരിക്കണമെന്ന് തോന്നുക. ഞാൻ നേരത്തെ പെർമിഷൻ എടുത്തിരിക്കുക. അങ്ങനെയാണോ? എന്നാ 10 മിനിറ്റുള്ളിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഏയ്, ആരാ നിങ്ങളൊക്കെ? എന്താ ഇങ്ങനെ ഇടിച്ചേറി വരുന്നത്? സാർ 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 വേണ്ട സാർ, പ്ലീസ് സാർ. കാവ്യ എവിടെ? സാർ ഇരിക്കേ, വന്നിരിക്കേ സാറേ. നീയാണോ കാവ്യ? വുമൺ എംപവർമെന്റിന് വേണ്ടി ഗവൺമെന്റ് അനൗൺസ് ചെയ്ത സ്കീമിൽ എന്തോ എൻക്വയറി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിൽ വന്ന് അന്വേഷിച്ചു എന്ന് കേട്ടു. ഇതോടെ അതൊക്കെ നിർത്തിക്കോണം, ഇല്ലെങ്കിൽ നീയും നിന്റെ ചാനലും ചാമ്പലാവും. നിന്റെ ചാനലിലിരുന്ന് എനിക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമേ ചെയ്യാവൂ. എനിക്കിട്ട് പ്രോഗ്രാം ചെയ്യരുത്. എപ്പോഴെത്തിയത്? ജസ്റ്റ് ഇപ്പോഴാണ് വന്നത്. എന്താ പ്രശ്നം? ഒന്നുമില്ല, ചെറിയൊരു വർക്ക് ഇഷ്യൂ. ഒരു 2 minutes വെയിറ്റ് ചെയ്യണേ. ശരി, താൻ പോയിക്കോ. എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. ഓക്കെ, വൈകിട്ട് കാണാം. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നീ ചെയ്ത ഒരൊറ്റ എൻക്വയറി കാരണം ഗുണ്ടകളും റൗഡികളും ആണല്ലോ ഓഫീസിലേക്ക് വരുന്നത്. ആക്ച്വലി പ്രശ്നം സീരിയസാ. അതാ അവർ ഇങ്ങനെ റിയാക്ട് ചെയ്തേ. വിമൻ എംപവർമെന്റിൽ അനൗൺസ് ചെയ്ത സ്കീമിൽ ഹയർ എഡ്യൂക്കേഷന് പുറത്തേക്ക് വിടാൻ നമ്മുടെ ഗവൺമെൻറ്റാണ് സ്പോൺസർ ചെയ്യുന്നത്. ആ സ്കീം വെച്ച് ഇവർ ഗവൺമെൻറ്റിനെ മിസ്യൂസ് ചെയ്യുക. അങ്ങനെ പുറത്തേക്ക് പോകുന്ന പെൺകുട്ടികളെ പല പല രാജ്യങ്ങളിലേക്ക് അയച്ച് വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുക. ഇപ്പം എന്ത് ചെയ്യാന്നാ നീ വിചാരിക്കണേ? എനിക്ക് കുറച്ച് സമയം വേണം സാർ. 100% തെളിവ് ഞാൻ കൊണ്ടുവരും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഏയ്, കയറടേ വണ്ടിയിൽ. കേറാങ്ങോട്ടെ വേഗം. തൊഴിലോറടാ മോളെ. ഹലോ പ്രശാന്ത്, സംതിങ് ഈസ് റോങ്. ഞാനൊരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വരണം. ഏയ്, നിരടി. എടി അവിടെ നിൽക്കാൻ. എടി അവിടെ നിൽക്കാനോ പറ. ഫോൺ തരാനോ? നടക്കടി. ഓടി ഇങ്ങോട്ട്. ഇറങ്ങി ഓടി ഇങ്ങോട്ട്. ഓടി. നടക്ക്. നടക്ക്. നടക്ക. ഇങ്ങോട്ട് വരെ. കണ്ടോ, നമ്മൾ ചെയ്തെല്ലാം ഇവിടെ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക.
വെട്ടി 2 കഷ്ണമാക്കട അവളെ. എന്നെ വിട്, എന്നെ വിട്. അതിവനെ അങ്ങ് തീർത്തേക്കടാ. വെട്ടടാ അവനെ. പ്രശാന്ത്, പ്രശാന്ത്, നീ ഓക്കെ അല്ലേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ ഫോൺ പിടിച്ചു. ഹലോ, SI അല്ലേ? കാവ്യാണ് സംസാരിക്കുന്നത്. ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് വരുമോ? ആ, ഓക്കെ. പോലീസുകാരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശാന്ത്, എന്താ പറ്റിയേ? ആരും വിളിക്കണില്ലല്ലോ. പ്രശാന്തം വിളിച്ചിട്ടില്ല ഇതുവരെ. ഓ, കൂട്ടുകാരൻ വിളിച്ചിട്ടില്ല. എന്തിന് എൻ്റെ അച്ഛനമ്മ വരെ വിളിച്ചിട്ടില്ല. ശരി, നാളെ കാണാൻ വരെ. ആ, എന്താ ചെയ്യണേന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എല്ലാരും ചെയ്യണ പോലെ തന്നെ ചെയ്യും, ഉറങ്ങും. ഏയ്, എനിക്ക് ഉറക്കം വന്നിട്ടില്ല. പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പോകും. ഹേ പ്ലീസ്. എവിടെയുണ്ട് ഇപ്പോ? തന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലുണ്ട്. ഏയ്, ഒന്ന് വാടോ പ്ലീസ്. ശരി. Happy Happy birthday to you.
Happy What is birthday this? to you. Happy birthday, birthday, dear Kavya. Kavya. Oh my god. ആ ചേട്ടാ എന്താ പറ. എന്താണ് പ്രശ്നം? ഫോൺ ചെയ്തെടുക്കാൻ പാടില്ലേ? മറന്നുപോയോ? നീ എത്ര നാളെ കാശ് തരാതെ പറ്റിക്കും? ഏയ് ഇല്ലേട്ടാ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. എന്നെ നന്നായി അറിയാലോ. കഴിക്കാൻ കൈ ഉണ്ടാവില്ല, മുടിക്കാൻ കാലുണ്ടാവില്ല, എല്ലാം വെട്ടിക്കളയും ഞാൻ. ഇപ്പൊ തന്നെ ഒരുപാട് സമയം നിനക്ക് ഞാൻ തന്നു. മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നതെന്നല്ലോ. മനസ്സിലായോടാ? ചേട്ടാ, എൻ്റെ സിറ്റുവേഷൻ കുറച്ച് മനസ്സിലാക്കുക. ഒരു 15 ദിവസം സമയം തരണം, നിങ്ങളുടെ കാശ് ഞാൻ തന്നേക്കാം. ഇനി എന്തിനാടാ 15 ദിവസം? ചേട്ടാ പ്ലീസ് ചേട്ടാ. പ്ലീസ് ഒരു മണ്ണാങ്കട്ടയില്ല. എന്റെ കാശ് എനിക്ക് വേണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ ഒരു 5 ദിവസം കൂടി എടുത്തു. പക്ഷെ 5 ദിവസത്തിനുള്ളിൽ എന്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഈ കടമൊന്ന് തീർക്കുക? ലവ് സ്റ്റോറി സ്പീഡാക്കേണ്ട സമയമായത്. ഹായ് പ്രശാന്ത്, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? മീറ്റ് ചെയ്യാം. 11 o'clock കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാം. ശരി, കാണാം. വാ ഇരിക്കും. എന്താ സാർ ഭയങ്കര ഡള്ളാണല്ലോ? നത്തിങ്, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ അപ്പോൾ എന്തോ ഉണ്ട്. എന്നോട് പറഞ്ഞൂടെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പറയേ. നിന്നോടൊരു കാര്യം പറയാനായിട്ട് വന്നത്. കാവ്യ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്ത് സംഭവിച്ചാലും ശരി, നീ എന്നെ വിട്ടിട്ട് പോയില്ലോ അല്ലേ? നിനക്ക് എന്ത് പറ്റി പ്രശാന്ത്? നീ എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ ലൈഫിൽ ഞാനിതുവരെ ഒരൊറ്റയാനായിട്ട് ജീവിച്ചു പോന്ന്. വീണ്ടും ഒരു ഒറ്റയാനാവോന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. എൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്ക്. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ തന്നെ വിട്ടുകളയില്ല. ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഈ ഒരു നിമിഷം തൊട്ട് നിന്റെ പാരൻസ് എൻ്റെയും പാരൻസാണ്. നീയാണ് എനിക്കിനി എല്ലാം. ഞാനെപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. പ്രോമിസ്. നമ്മൾ ആർക്കും വേർപിരിക്കാനാവില്ല. ഇനി എന്തിനാ അങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഈ എക്സ്പ്രഷൻ ഒന്ന് മാറ്റൂ. വരുന്ന വാലന്റൈൻസ് ഡേക്ക് ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് സർപ്രൈസ്? സർപ്രൈസിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അത് പറയാൻ പാടില്ലെന്നാ. എനിക്ക് സർപ്രൈസ് സസ്പെൻസ് ഒന്നും പറ്റത്തില്ല. പറ പ്ലീസ്. ഈ ലോകത്തുനിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോയി, എന്നിട്ട് അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ രണ്ടുപേരെയും മാത്രം കാണുന്ന ഒരു ലോകത്തേക്ക് പോകണം. അല്ല, അതേത് ലോകം? അത് ഇവിടെയൊന്നുമില്ല, ഗോവയിലുണ്ട്. നീ എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? അത് ഗോവ എന്നൊക്കെ പറയുമ്പോ
എന്നെ നിനക്ക് വിശ്വാസമില്ല? അയ്യോ അങ്ങനെയൊന്നുമില്ല. ദയവേത് ഇനിയും മുഖം വെറുപ്പിക്കല്ലേ. ശരി, ഞാൻ വന്നാ പോരെ? പോരെ? ശരി, വാ പോവാ. ശിലയായി നീ ഉണരുമ്പോ അതുപോൽ നം വിരഹങ്ങൾ ഉരുകില്ലേ. തുളി തുളിയായി നനയും എൻ കവിളിണയിൽ ചിരി ചിരിയായി വരും ഈ രസം പെരുകില്ലേ. മനസ്സുണ്ടോ പെണ്ണെ മനസ്സുണ്ടോ അലിയാമീ യാമം ഒരുപോലെ ചേരാമെൻ മനസ്സിനതുപോലെ തേനാകും ചുണ്ടിൻ വീണം. ഉണ്ടോ പെണ്ണേ ഒരു നാളും പിരിയാതെ കണ്ടോ കണ്ണേ നനയാതെ. കാതിനുള്ളിൽ ചിരകാലം മൂളാതെ എന്തോ എന്തോ പറയാതെ വയ്യ. ഹലോ മോളെ. ഹായ് അച്ഛാ. അതെ, ഞങ്ങൾ ഇറങ്ങായി. ആണോ? ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നീ വരുമ്പോ പ്രശാന്തിനെ വീട്ടിലേക്ക് കൂട്ടിട്ട് വാ. ഓക്കെ അച്ഛാ. ഓക്കെ മോളെ. എന്തു പറഞ്ഞു നിന്റെ അച്ഛൻ? വരുമ്പോ പ്രശാന്തിനെ കൂട്ടിച്ചെല്ലാനാ പറഞ്ഞേക്കുന്നേ. റിയലി? മേ ബി എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോളെ? സൂപ്പറായിരുന്നു അച്ഛാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ഇന്നാ ജോത്സ്യരായിട്ട് സംസാരിച്ചത്. ഈ മാസം 20-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ടത്രേ. ഈ മുഹൂർത്തം വിട്ടുകളഞ്ഞാൽ അടുത്ത 6 മാസത്തേക്ക് വേറെ മുഹൂർത്തമൊന്നുമില്ല. അപ്പോൾ 20-ാം തീയതി തന്നെ നടത്തിയാലോ എന്ന് വിചാരിക്കുക. നീ എന്ത് പറയുന്നു മോളെ? എല്ലാ അച്ഛൻ്റെ ഇഷ്ടം പോലെ. എന്താ മോൻ്റെ അഭിപ്രായം? എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്കിൾ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നാളെ തന്നെ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഷോപ്പിങ്ങിന് പോവാം. എല്ലാം മോളുടെ ഇഷ്ടം പോലെ അല്ല മോനെ? എങ്ങനെയുണ്ട് പ്രശാന്ത്? അത്
കൊള്ളായിട്ടുണ്ട് കാവ്യ. മാം ഇത് പുതിയ മോഡലാണ്. 20,000 രൂപയോ? ഇതും നോക്കി. ഇതിന് തന്നെ വെറൈറ്റീസ് ഉണ്ട് മാഡം. ഇതെങ്ങനെയുണ്ട് നോക്കി. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് ആൻറ്റി. ഒരു സെക്കൻഡ് ഞാൻ പോയി. പ്രശാന്ത് എവിടെ പോയതാ? ആ സാരി ഒന്ന് കാണിച്ചേ. ഓക്കെ മാഡം. നോക്കിയമ്മേ, ആ ഇതും കൊള്ളാം, ഇതും കൊള്ളാം. ഇത് ഈ നോക്ക്. മോഡൽ വേറെ കളർ ഉണ്ടോ? ഇനിയും വെറൈറ്റീസ് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവും. അവിടെ പോയി നോക്കിയാൽ മതി. എന്നാ പോയാലോ? താങ്ക് യു. സാരിയൊക്കെ കൊള്ളാല്ലേ? പട്ട് സാരി കാണണല്ലോ. ഇതല്ലേ? ഇത് കൊള്ളാം. അത് 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 നോക്കട്ടെ. അതെ ഈ സാരി ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ ഉണ്ടായിരുന്നു. ഈ സാരിയൊക്കെ നോക്ക്, കൊള്ളാല്ലേ അച്ഛാ? കാണാൻ നല്ല രസമുണ്ടല്ലേ? രണ്ടുപേരും നല്ല ചേർച്ച. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നോണ്ടിരുന്ന എങ്ങനെയാ? കുറച്ച് ആള് നാട്ടിൽ പോയി നിൽക്ക്. നാളെ തന്നെ പോണം. കാവ്യമ്മ എങ്ങോട്ടാ പോയത്? അറിയില്ല സാർ. എപ്പോ വരുമെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒന്നും അറിയില്ല സാർ, ഒരു ഐഡിയ ഇല്ല. ഹലോ എടാ ബുജി, എടാ കാവ്യ അവിടെ പോയത് വല്ല വിവരമുണ്ടോ? ചേട്ടാ, എനിക്കറിയില്ലല്ലോ. എടാ വീട്ടിൽ നോക്കി, അവിടെ ഇല്ല. ശരി ചേട്ടാ, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ ഏട്ടാ. ശരിടാ. എന്താടാ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ഏയ് ഇല്ലടാ. ഫോൺ ചെയ്ത് നോക്കാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി, എവിടെയാന്നൊരു പിടിയില്ല. എവിടെ പോയി കിടക്കുകയാണോ എന്തോ. എന്തായാലും നീ ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്. നിങ്ങൾ
എന്താടാ? ഫുൾ റിങ് പോയിട്ട് കട്ടായി. കാവ്യ, കാവ്യ, എടോ താൻ എവിടെയായിരുന്നു? ഒരു ഫോണും ഇല്ല, മെസ്സേജും ഇല്ല, അറ്റ്ലീസ്റ്റ് എവിടെയാണെന്നുള്ള ഇൻഫർമേഷൻ പോലും ഇല്ല. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് കാവ്യ. ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് നീ ഇങ്ങനെ പോയാ എന്താ ചെയ്യാ? ഞാനെന്താ പറയണ്ടേന്ന് പറ. നീ എന്താ പറയണേ? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയില്ലേ? നീയൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? എന്നാ കേട്ടോ. റീസെൻ്റ് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു പ്രൊജക്റ്റ് ഓൺ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ടൈമിൽ അവൻ കൈമലർത്തി കളഞ്ഞു. അവർ പറഞ്ഞ സമയത്ത് തന്നെ പ്രൊജക്റ്റ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇനി പ്രൊജക്റ്റ് കൊടുത്തില്ലെങ്കിൽ അവരുടെ എഗ്രിമെൻ്റ് പ്രകാരം കോമ്പൻസേഷൻ ചോദിക്കും, ഇല്ലെങ്കിൽ കോർട്ടിൽ കേസ് കൊടുക്കുന്ന പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. എനിക്ക് റിലാക്സ് പ്രശാന്ത്, ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ പോയി പർച്ചേസ് ചെയ്യും. ഈ വിഷയം അവരെന്തായാലും ഇപ്പോൾ അറിയണ്ട. ശരിയെങ്കിൽ കൂൾ. ഇപ്പോൾ കോമ്പൻസേഷന് വേണ്ടി എത്ര രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്? അവർ കോർട്ടിൽ പോവാതിരിക്കണമെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഒരു 20 lakhs എങ്കിലും കെട്ടണമെന്നാണ് പറയുന്നത്. അങ്കിൾ, ഇതിന് ഞാൻ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതൊന്നും വേണ്ട മോനെ, നീയും ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളല്ലേ. നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ എപ്പോഴും ഇരുന്നാൽ മതി. ഇനിയും ഒരു 50 lakhs കൂടി കൊടുത്താൽ സെറ്റിൽമെൻ്റ് എല്ലാം തീരുന്ന പറയുന്നത്. അതൊന്നും നമുക്ക് ഈ ആഴ്ച തന്നെ ശരിയാക്കാം. ഈ ടെൻഷൻ എനിക്കില്ല. ഹലോ സുനിൽ, പ്രശാന്ത് എന്ന പേരിലുള്ളൊരു ടീം ലീഡർ നമ്മുടെ ഓഫീസിലുണ്ടോ? ഓക്കെ മനസ്സിലായി. പ്രശാന്ത് എന്ന പേരിൽ ടീം ലീഡേഴ്സ് ആരുമില്ല. ആ പേരിൽ ഞങ്ങളുടെ ഓഫീസിലൊരു സ്റ്റാഫ് പോലും ഇല്ല. ചേട്ടാ, എത്രയും പെട്ടെന്ന് ഞാൻ തരാം ചേട്ടാ. എന്നെ ഒന്നും ചെയ്യില്ല ചേട്ടാ. കാശ് വാങ്ങിച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കണം എന്നറിയില്ലടാ. ഞാനാകെ പെട്ടികളൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മോളെ, ഈ വിഷയമൊക്കെ നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ സത്യമൊക്കെ നീ അറിഞ്ഞ നീ വിഷമിക്കുമെന്ന് വിചാരിച്ച ഞാൻ പറയാത്തത്. പ്രശാന്ത് ഒരിക്കലും നിനക്ക് ചേർന്നവനല്ല മോളെ. അവനൊരു ഒന്നാം തരം ഫ്രോഡാണ്, മുഴുക്കുടിയൻ, ചൂതാട്ടക്കാരൻ. അവൻ എൻ്റെ കയ്യിൽ നിന്ന് 1 കോടിയോളം രൂപ പറ്റിച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നീ അവനെ കല്യാണം കഴിക്കരുത്. ഇറ്റ്സ് മൈ ലാസ്റ്റ് വേർഡ്. ഒരു നല്ല പയ്യനെ നോക്കി നീ കല്യാണം കഴിക്കണം എന്ന് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ അച്ഛൻ. ഞാനറിയാതെ നീ എന്തൊക്കെയാണ് ചെയ്തത്? എന്ത് ധൈര്യത്തിലാണ് നീ എന്നെ കാണാൻ വന്നത്? Just get lost. ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യങ്ങളൊന്ന് കേൾക്ക് കാവ്യ. എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലല്ല മരിച്ചത്. അച്ഛൻ
അച്ഛൻ മരിക്കാൻ കാരണം നീയാണ്. നീ ആരാണെന്ന് അച്ഛനെ മനസ്സിലായി. നിന്നെ പോലെ ഓർത്തിനെയാണല്ലോ ഞാൻ കണ്ടുവച്ചതെന്ന് ഓർത്തിട്ടാ ആ മനുഷ്യൻ മരിച്ചുപോയത്. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കാവ്യ. നോ, നെവർ. ഐ എം ഡൺ വിത്ത് യു. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഛേ. ചേച്ചി, പ്രോഗ്രാം ഒക്കെ റെഡി ആയി. ചേച്ചി എന്താ ലേറ്റ് ആവുന്നേ? എനിക്ക് സുഖമില്ലടാ, ഞാൻ വരുന്നില്ല. പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേക്ക്. ഓക്കെ, ശരി. അമ്മേ, 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 എന്തു പറ്റി അമ്മേ? അമ്മ എണീക്ക്, എണീക്ക്. അമ്മ വാ. അമ്മേ, ഓക്കെ അല്ലേ? എന്താ അമ്മയ്ക്ക് പറ്റിയത്? 1 മാസം കഴിഞ്ഞു അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. ഹേയ്, എന്തുണ്ട് വിശേഷം? എനിക്ക് സുഖം തന്നെ. നിന്റെ വിശേഷം എന്താ? എനിക്ക് സുഖം തന്നെയാ. നിന്റെ മോളെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ. അവൾ സുഖമായിരിക്കുന്നോ? അവൾക്ക് വേണ്ടി ചെക്കൻ അത് ശരി, നല്ല ആലോചനയൊക്കെ വരുന്നുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും സെറ്റ് ആവുന്നില്ല. ആണോ? ഓൺലൈനിലൊക്കെ ഒന്ന് നോക്കാറുന്നില്ലേ? ഓൺലൈനിലൊന്നും നോക്കിയാൽ ശരിയാവില്ല. പരിചയത്തിൽ ആരെങ്കിലും നോക്കി. അതെന്താ അങ്ങനെ പറയുന്നേ? എന്റെ 2 മക്കൾക്ക് ഓൺലൈൻ വഴിയാ കല്യാണം നടന്നേ. ഇപ്പൊ 2 പേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. എനിക്കെന്തോ അതൊന്നും എന്റെ മോൾക്ക് ശരിയാവും തോന്നുന്നില്ല. അതുകൊണ്ടാ പരിചയമുള്ള ആരെങ്കിലും നോക്കാന്ന് വിചാരിക്കണേ. നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എനിക്കങ്ങനെ അറിയാവുന്നവരാരും ഇല്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് എന്റെ മോൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അത് ശരി. ആനേ, അവ വന്ന ശേഷം 2 പേരോട് ഒപ്പിനും ചോദിച്ച് കല്യാണം നടത്താം. പോരെ? ആ ശരി, വാ. മോൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. വൈകിട്ടൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. നീയും കാവ്യ എന്തായാലും വരണം. ഓക്കെ? ഉറപ്പായിട്ടും വന്നിരിക്കും. മറന്നു പോവല്ലേ? വെക്കട്ടെ. ശരി. മോളെ, നീ റെഡി ആയില്ലേ? സമയം കുറയായി. സമയായിരുന്നോ? അതിനെങ്ങോട്ട് പോവാനാ? അത് ഞാൻ പറഞ്ഞല്ലേ, വൈകുന്നേരം പുറത്ത് പോവാന്ന്. അതായിക്കോട്ടെ, എവിടെ പോവാനാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ചെറിയൊരു പാർട്ടി. മിസ് ചെയ്യാൻ പറ്റില്ല മോളെ. പാർട്ടിക്കൊക്കെ പോവെന്ന് പറഞ്ഞാ? അതല്ല മോളെ, വളരെ വേണ്ടപ്പെട്ടവരാ. അതുകൊണ്ടാ. എനിക്കൊരു സുഖം തോന്നുന്നില്ല അമ്മേ. രണ്ടുപേരും കൂടെ പോവാന്ന് പറഞ്ഞതല്ലേ? വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയണ കേക്ക് മോളെ. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയണ കേക്ക് മോളെ. അമ്മയ്ക്ക് വേണ്ടെങ്കിലും വാ. ശരി. ഹായ്. ഹായ്. നമസ്കാരം. നമസ്കാരം. ഹായ്. വാ വാ വാ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾ ഓഫ് യു. വിളിച്ചോടനെ എല്ലാവരും വന്നതിന് നിങ്ങൾ എല്ലാവരും ചേർന്ന് എൻ്റെ സക്സസിനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ സക്സസിന് പ്രധാന കാരണം അമ്മയാണ്. ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയാണ്.
ഈ പാർട്ടിക്ക് എല്ലാവരെയും വിളിച്ചത് ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ട് മാത്രമല്ല, വേറൊരു റീസണും കൂടെ ഉണ്ട്. ഒരു നല്ല ദിവസം അമ്മ എനിക്കൊരു ഫോട്ടോ അയച്ചു. ആ ഫോട്ടോ കണ്ട ശേഷം ഈ പെൺകുട്ടിയെ മിസ് ചെയ്യരുതെന്ന് ഞാൻ തീരുമാനിച്ചു. അത് വേറെ ആരുമല്ല, കാവ്യാണ്. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞുകൊണ്ട് അവൾ അല്പം നെർവസ് ആയി എന്നാ തോന്നുന്നേ. അതാ ഇറങ്ങിപ്പോയത്. ഞാൻ അവളോട് പറഞ്ഞോളാം. ഓക്കെ, സോറി. നീ എന്ത് പണിയാ കാണിച്ചേ? എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറാ? അമ്മ എന്താ ചെയ്യുന്ന വല്ല ബോധമുണ്ടോ? പാർട്ടിക്കെന്ന് പറഞ്ഞ പെണ്ണ് കാണാൻ കൊണ്ടുപോയതാ? ഈ ചെയ്യുന്നൊക്കെ ശരിയാ നമുക്ക് തോന്നുന്നുണ്ടോ? ഇതിലെന്താ തെറ്റ്? സ്വന്തം മോള് കല്യാണം കഴിച്ചു പോണെന്ന് ഒരു അമ്മയുടെ ആഗ്രഹമല്ലേ? അതിനെന്താ ഇപ്പോ? പാർട്ടിക്കല്ലാതെ കല്യാണത്തിനാണെന്ന് പറഞ്ഞ നീ വരെയായിരുന്നോ? വരില്ലായിരുന്നല്ലോ. അമ്മ എന്തിനാ കല്യാണക്കാരൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നമ്മളിപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ? ഇതിനായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. അതറിയാവുന്നോണ്ടാ അങ്ങനെ ചെയ്തേ. ഒരു മാസം മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അങ്ങനെ ആലോചിച്ചിട്ട് മാത്രം എനിക്ക് പേടി. ഇങ്ങനെ എത്ര നാള് മുന്നോട്ട് പോകും? സംഭവിച്ചാലും മറന്നു കടമോളെ. കാർത്തിക് നല്ലൊരു പയ്യനാ, നിനക്ക് പെർഫെക്റ്റ് മാച്ചാ. കാർത്തിക് എങ്ങനെയുള്ള ആളാന്നുള്ള അല്ല പ്രശ്നം. ഞാൻ ഓർത്തിന്റെ കൂടെ ജീവിതം തുറച്ചിട്ട് കാർത്തിക്കിനെ കല്യാണം കഴിച്ചാ അതവനെ ചതിക്കുന്ന പോലെയല്ലേ? സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ ജീവിതം തുലയ്ക്കാനാ? നമ്മുടെ ജീവിത സമയം അവസാനിച്ചു മോളെ. അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ എല്ലാം അതോടെ അവസാനിച്ചു. ഞാൻ പറയണേ കേൾക്കും മോളെ. ഓക്കെ പറ മോളെ. എനിക്ക് പറ്റില്ല അമ്മേ, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. നീ ഇനി ഒന്നും പറയണ്ട. നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. സത്യം ചെയ്. ശരി, അമ്മയുടെ ഇഷ്ടം. നിനക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാതെ തന്നെ ഞാനത് എല്ലാവരുടെ മുന്നിലും അനൗൺസ് ചെയ്തു. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ച് നെർവസ് ആയിരുന്നു. I know, I am really sorry. Are you ready to marry me? Yes. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. നമ്മുടെ കല്യാണം വളരെ സിമ്പിളായി അമ്പലത്തിലൊക്കെ നടത്താന്ന്. As your wish. എല്ലാം നിന്റെ ഇഷ്ടം. मांगल्यं तन्तुनानेन मम जीवन हेतुना कण्ठे बध्नामि शुभगे त्वं जीव शरदां शताम्। मांगल्यं तन्तुनानेन मम जीवन हेतुना कण्ठे बध्नामि शुभगे त्वं जीव शरदां शताम्। എന്തു പറ്റി? നെർവസ് ആണല്ലോ. എന്താണെന്നറിയില്ല. ഇപ്പം ഞാൻ ഇതിനൊന്നും റെഡിയല്ല. ഞാൻ പറയുന്നതൊന്നും തോന്നരുത്. ഇത് പറയാനാണോ ഇത്രയും ആലോചിച്ചത്? നീ എന്നാ ഇതിനൊക്കെ ശരിയെന്ന് പറയുന്നോ അന്ന് നമുക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ഓക്കെ,
എന്തുണ്ട് വിശേഷം? ഇരിക്കെ അങ്കിൾ, സുഖമല്ലേ? ഇരിക്കെ. ഞാൻ കോഫി എടുത്തിട്ട് വരാം. ഇരിക്കേ. എങ്ങനെയുണ്ട്? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സുഖമല്ലേ? എല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല അങ്കിൾ. നിന്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. കുഴപ്പമില്ല അങ്കിൾ, എല്ലാം നന്നായി നടന്നു. വെരി ഗുഡ്. നിന്റെ ഹസ്ബൻഡ് എവിടെ പോയി? ഓഫീസിൽ പോയതാ, 1 മണിക്കൂറിലെത്തും. ഇതൊക്കെ കാണാൻ നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷമായേനെ. എപ്പോഴും അവന് നിന്നെ പറ്റിയുള്ള വിചാരം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോൾക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കണം എന്നായിരുന്നു. എപ്പോഴും നിന്നെക്കുറിച്ചായിരുന്നു ചിന്ത. ശരിയാ, ഇങ്ങനെ ഒരു നല്ല സമയത്ത് ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോ സർപ്രൈസ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ കാര്യം പോലും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവൻ എങ്ങനെ കള്ളുപിടിച്ച് വണ്ടി ഓടിക്കാൻ തോന്നിയെന്നാ മനസ്സിലാവാത്തെ. അങ്കിൾ എന്താ പറഞ്ഞേ? അച്ഛൻ കുടിക്കുമെന്നോ? ഒരിക്കലുമില്ല. അച്ഛൻ കുടി നിർത്തിയിട്ട് എത്ര കാലമായെന്നറിയോ? പണ്ടെന്റെ തലയെ തൊട്ട് സത്യം ചെയ്തതാ. ഇല്ല മോളെ, നിന്റെ അച്ഛനെ പോസ്റ്റ്മോർട്ടം ചെയ്തത് എൻ്റെ ഒരു കൊളീഗ് വിശ്വനാഥനാ. അന്ന് ഞാനും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. നോ, നെവർ. അച്ഛൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കുറച്ച് നാളായില്ലേ ഞാനും എന്തോ കൺഫ്യൂഷനില്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ക്ലിയർ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ പോലെ. ഹലോ, ഞാനൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തിറങ്ങിയതാ, ഒരു 15 മിനിറ്റ്സ്. ഓക്കെ മോളെ, എന്നാൽ ഞാൻ ഇറങ്ങാം. അങ്കിൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. സാരല്ല, ഞാൻ വേറെ ദിവസം വരാം. ഓക്കെ, ശരി, ബൈ. ബൈ. അന്ന് രാവിലെ 9:30 തന്നെ ഓഫീസിലെത്തിയല്ലോ. എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതറിയോ? എക്സാക്റ്റ് 1:30 പോയിട്ടുണ്ട്. ശരി മോളെ, വേറെ എന്തെങ്കിലും? ശരി അങ്കിൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ മോളെ. പറഞ്ഞോളെ. അച്ഛൻ മരിച്ചെന്ന് എപ്പോഴാണ് ഓഫീസിലെത്തിയത്? 3:30 ആയപ്പോ ഓഫീസിൽ വന്നിരുന്നല്ലോ. ഓഫീസിൽ എന്താ സംഭവിച്ചത്? അന്ന് മുഴുവൻ അച്ഛനൊരു മീറ്റിംഗിലായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് പ്രശാന്ത് അച്ഛനെ കാണാൻ വന്നിരുന്നല്ലോ. ആ പറ മോളെ കാവ്യ. പുറത്തിറങ്ങുമ്പോ കൂടെ ഉണ്ടായിരുന്നു. എത്ര മണിക്കാ? അല്ല, എന്ത് പറ്റി മോളെ? എത്ര മണിക്കാ ഇറങ്ങിയത്? ഏകദേശം ഒരു 10 ആയിട്ടുണ്ടാവും. അച്ഛൻ വർക്കിനെല്ലാം ശേഷം അച്ഛൻ കുടിച്ചിരുന്നോ? നോ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. മെയ് 11 അച്ഛൻ മരിച്ചുപോയി. അന്ന് രാത്രി 10:30 ഓഫീസിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ ഇറങ്ങിയ സ്ഥലം മുതൽ അപകടം നടന്ന സ്ഥലം വരെ ഫുൾ ജേർണിയുടെ ഇൻഫർമേഷൻ എനിക്ക് വേണം. അച്ഛൻ 10:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എക്സാക്ട്ലി 15 മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് സിഗ്നൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണോ നോക്ക്. പൂജ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ ടോൾ ഗേറ്റിനും ആക്സിഡന്റ് നടന്ന സ്ഥലത്തിനും ഡിസ്റ്റൻസ് 25 കിലോമീറ്റേഴ്സാ.
അച്ഛൻ ടോൾ ഗേറ്റ് ക്രോസ് ചെയ്ത സമയം 12. പക്ഷെ ആക്സിഡന്റ് 2:10 AM. എത്ര സ്ലോ ആയി ഡ്രൈവ് ചെയ്താലും ഹൈവേയിൽ 25 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ 2 മണിക്കൂറും 20 മിനിറ്റ് ആവില്ല. അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. 12 to 2 AM. യെസ്, യു ആർ കറക്റ്റ്. 12-നും 2-നും ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഡാറ്റ മൊത്തം പെൻഡ്രൈവിലാക്കി കോൺസ്റ്റബിളിന് അടുത്ത് കൊടുത്തുവിടാം. ഓക്കെ. May 11th ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു. നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ലല്ലോ. May 11th ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. എന്തെങ്കിലും കണ്ടിരുന്നോ? ഇല്ല മോളെ, ഞങ്ങളൊന്നും കണ്ടില്ല. ഓക്കെ. ഉഷ, താങ്ക് യു സോ മച്ച്. ഉഷ, താങ്ക് യു സോ മച്ച്. ഒരു ചുവന്ന ഷർട്ടിട്ട ആള് അച്ഛൻ്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. അവൻ ആരാ എന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം. മേ ബി അവനെന്തെങ്കിലും അറിയാമെങ്കിൽ. ഹലോ പൂജ, ഞാൻ നിനക്കൊരു വണ്ടി നമ്പർ അയക്കാം. അത് ആരുടെ കണ്ടുപിടിക്കാം. ശരി. 3, 4, 5. വേഗം ആയിക്കോട്ടെ. സലീം എന്തെങ്കിലും സംസാരിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. സലീം എന്നൊരു പയ്യൻ ഇവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ആളെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ വേണമായിരുന്നു. വീട് അന്വേഷിച്ച് പോയപ്പോ അവൻ അവിടുന്ന് താമസം മാറിയെന്ന് കേട്ടു. അവനിപ്പോ ഇവിടെ വല്ല ജോലി ചെയ്യുന്നത്. നീ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. പോ. ഏയ് വായടക്കടാ. അല്ല, നിനക്കെന്താ വേണ്ടേ? സലീം, അവനെ കുറിച്ച് നിനക്കെന്താ അറിയാനാ? എൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ. നിന്റെ അച്ഛനും അവനും തമ്മിൽ എന്താ ബന്ധം? അന്ന് എൻ്റെ അച്ഛൻ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു കൂടെ. ആ ആക്സിഡന്റിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് അറിയാനാ. അവനിപ്പോൾ ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലാണ്. ഫാമിലി മുഴുവൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡായി. ബാംഗ്ലൂരിൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവനെ കണ്ടുപിടിക്കുന്നത് അത്ര ഈസിയല്ല. നീ ഇപ്പൊ പോകുന്നതാണല്ലോ. ഈ പെണ്ണെങ്ങനെ ഇവിടെ എത്തിയത്? ഇതിലെ സത്യം എന്ന് പറഞ്ഞു.
ഹലോ സർ. ഹലോ. ഹലോ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നില്? നീ പറയാതെ ഇവിടുന്ന് പോകുന്നു. പറയടാ, പറയടാ, നീ ഇല്ല അടിച്ചു കൊന്നുകളടാ നിന്നെ. പറയുന്നതാണ് നിനക്ക് നല്ലത്. പറഞ്ഞു സർ. അവനൊന്നും പറയാനില്ല. പറയടാ, എന്റെ അച്ഛൻ എന്താ ചെയ്തേ? എനിക്കറിയില്ല, എനിക്കറിയില്ല. പറയടാ മര്യാദയ്ക്ക്. നിന്നെ ഉണ്ടല്ലോ. പറയാനടാ നിന്നോട് ഞാൻ പറഞ്ഞത്. നിന്റെ വാക്കുകൾ ഞാൻ പറയിപ്പിക്കണം. പറഞ്ഞിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? പറയടാ. എനിക്കറിയില്ല. പറയാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നോ? പറയടാ, നിന്നോട് പറയാനാ പറഞ്ഞത്. പറയടാ. എനിക്കറിയില്ല. നീ പറയാതെ ഇവിടുന്ന് പോകത്തില്ല. പറയടാ അങ്ങോട്ട്. ബേബി, ബേബി, ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് പോവാണല്ലേ? പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇത് സർവ്വസാധാരണമാണ്. ഏതോ ഒരു കോന്തം വന്ന് വിളിച്ചു കാണിച്ചപ്പോ നീ അവനെ അങ്ങ് കെട്ടിയല്ലേ? ഞാൻ നിനക്ക് സെറ്റാവില്ലെന്ന് വന്നപ്പോ എന്നേക്കാൾ നല്ലൊരുത്തന്റെ കൂടെ നീ അങ്ങ് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. അതല്ലേ ശരി? സൂപ്പറായിട്ടുണ്ട്. പറ, എന്താ നിനക്ക് വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഞാനൊരു സിനിമ കാണിക്കാൻ വേണ്ടി വന്നതാ. മനസ്സിലായി. അല്ല, നീ എന്തെന്നെ പറ്റി വിചാരിച്ച? നീ അവനെ കല്യാണം കഴിച്ച ഞാൻ ഏതെങ്കിലും മൂലക്കിരുന്ന് പാവിട്ട് നിലവിളിക്കുമോ? ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് നരകം എന്താണെന്ന് നിന്നെ കാണിച്ചു തരട്ടെ. പ്രശാന്ത് അണ്ണന്റെ എക്സ് ലവർ. അല്ല, തനിക്കെന്താ വേണ്ടേ? ഇവനൊക്കെ എന്താ വല്ല വട്ടുണ്ടോ?
അവളുടെ ലൈഫിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഛേ, ഇവളെന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ലഞ്ച് റെഡി. നിനക്ക് ഇഷ്ടപ്പെട്ട മട്ടൺ ഫ്രൈയും പ്രോൺസ് ഫ്രൈയും ഒക്കെയാ. എനിക്കിപ്പോ കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, പുറത്തു പോകണം. അതെന്താ കാർത്തിക് അങ്ങനെ പറയുന്നേ? ലഞ്ച് ടൈം ആയില്ലേ, കഴിച്ചിട്ട് പോയിക്കൂടെ? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? കാർത്തിക്, കാർത്തിക്. കാവ്യ, 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 വാല് തുറക്ക്. കാവ്യ, വാല് തുറക്കാനാ പറഞ്ഞ്. എത്ര നേരം ഞാനിവിടെ നിൽക്കുന്നു? വാല് തുറക്കടി, വാല് തുറക്ക്. വാല് തുറക്കാൻ നിനക്ക് ഇത്ര നേരമോ? എന്താ ഇതൊക്കെ? ഇത് ഞാൻ നിന്റെ പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യണോ? നീ എന്റെ പെർമിഷൻ ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ എല്ലാം ചെയ്യണേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ കണ്ടപ്പോ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇങ്ങനെയുള്ള സ്വഭാവം ഒന്നും വേണ്ട. മനുഷ്യന് മനസമാധാനം ഇല്ലെങ്കിലേ ഇങ്ങനെ ഇരിക്കും. അയ്യോ കാർത്തിക്. മനുഷ്യനിങ്ങനെ പറ്റിക്കോ? ഞാൻ അറിയാതിരിക്കാനായിട്ട് പാസ്വേഡ് വരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുക. ഇതാ പ്രശാന്തായിരിക്കും. അതെ കാർത്തിക്, കാർത്തിക്. അതെ, എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഞാൻ പുറത്ത് പോയിട്ട് വരേ. ഓക്കെ. അന്ന് രാത്രി താനവിടെ ഉള്ളപ്പോഴാണോ ആക്സിഡന്റ് ആയത്? നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടോ? കണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? ശരിക്കും എന്താ സംഭവിച്ചത്? അന്ന് ബഷീർ ഭായിയുടെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ആ കാർ കേടായി നിന്നത്. ഇതാ അവിടെ ചേച്ചി. അങ്ങനെ ആ കാർ റിപ്പയർ ചെയ്യാൻ നിങ്ങളെ അച്ഛൻ ആരോടോ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഒരു 4 പേര് വന്നത്. അവർ കാറ് ശരിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പോയി. അവരുടെ കൂടെ തന്നെ ചേച്ചിയുടെ അച്ഛനും പോയത്. അതാരെന്നറിയെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാമല്ലോ. ശരി, എൻ്റെ കൂടെ നിന്ന് വരാമോ? ഉറപ്പായിട്ടും. എന്താ വേണ്ടത് നിനക്ക്? എന്തിനാ ഇങ്ങോട്ട് ടോർച്ചർ ചെയ്യുന്നേ? ഇനി മേലെ എന്നോട് സംസാരിക്കരുത്. എന്താ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? നീ എന്താണോ ചെയ്തോ?
ഒരു സമയം. Shit. ഫോൺ എന്താ കട്ട് ചെയ്യുന്നേ? കോളെടുക്ക് കാർത്തിക്. എന്താ ഇത് ചെയ്യാ? ഈ സമയത്താണ് ക്യാബും കിട്ടുന്നത്. എന്താ ചെയ്യാ? എന്താ കാവ്യ മോളെ ഈ സമയത്ത് ഇവിടെ? അങ്കിൾ, താങ്ക് ഗോഡ്, കറക്റ്റ് സമയത്താണ് വന്നത്. എന്ത് പറ്റി മോളെ? വണ്ടിയിൽ പെട്രോൾ തീർന്നു അങ്കിൾ. കുറെ നേരമായി ക്യാബിന് വെയിറ്റ് ചെയ്യുന്നു. നീ വണ്ടി കയറി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ അങ്കിൾ. താങ്ക് യു അങ്കിൾ. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഫോൺ എവിടെയായിരുന്നു? എത്ര തവണയെ വിളിക്കുന്നു? ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതാ എനിക്ക് എടുക്കാൻ പറ്റായിരുന്നത്. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അതൊന്നും പറയണ്ട, പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയതാ. തിരിച്ചു വരുന്ന വഴി പെട്രോൾ തീർന്നു. ഒരു ക്യാബ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഡോക്ടർ അങ്കിളില്ലേ, പുള്ളി എന്നിട്ട് ലിഫ്റ്റ് തന്നത്. ഞാൻ നല്ല ടയേർഡാണ്. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇറ്റ്സ് ഓക്കെ കാവ്യ. ഇത്രയും നേരം പ്രശാന്തിൻ്റെ കൂടെ കറങ്ങിയിട്ട് എന്ത് ഈസി ആയിട്ടാണ് നുണ പറയുന്നത്. കല്യാണം ആയതിനു ശേഷവും ഇപ്പോഴും അവനെ മനസ്സിൽ വെച്ചിട്ട് ദിവസവും അവനെ പോയി കണ്ടിട്ട് വരിക. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? എന്തൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആയിരുന്നു ഇവളെ കല്യാണം കഴിക്കുമ്പോൾ. എന്നെ ഇങ്ങനെ ചതിച്ച് വഞ്ചിക്കുന്നത് എന്തിനാ? ഇതെല്ലാം അവസാനിപ്പിക്കേണ്ട സമയം. എനിക്കൊരു സഹായം ചെയ്യണം. ഈ ഫോട്ടോയിൽ കാണുന്നവളെ കൊല്ലണം. ആരത്? എൻ്റെ ഭാര്യയാണ്. നിന്റെ ഭാര്യയെ കൊല്ലാൻ ഭ്രാന്തായോ? അത് നീ അറിയണ്ട. നിനക്ക് വേണ്ടത് പണമല്ലേ? പറഞ്ഞത് ചെയ്താൽ മതി. ഇതാ എടുത്തോ. പെർഫെക്റ്റായി പ്ലാൻ ചെയ്ത അവളെ കൊല്ല്. പണി എപ്പോൾ തീർത്ത് തരും? ഒരാഴ്ച സമയം എന്താ? എല്ലാം ശരിയാക്കാം. എല്ലാം കറക്റ്റായിരിക്കണം. കഴിഞ്ഞിട്ട് കാണാം. ഒരു ഡീൽ വന്നിട്ടുണ്ട്, സൂക്ഷിച്ചു. കാശ് എനിക്ക് അത്യാവശ്യം.
ചിന്നതോ പറയാമോ, ചിന്ന ചിന്ന ഡ്രസ് ചേരും ചിന്തകൾ എന്നും മാറാതെ. വീട് പോയി ചേരണം, കാര്യമെല്ലാം നോക്കണം, വിരവെല്ലാം പറഞ്ഞെന്നും എത്തേണം എത്തേണം എത്തേണം. ചായമിട്ട് ഇവിടെ വന്ന് കുസ്തി കൂട്ടി ആടിട്. ചെയ്തതെല്ലാം കാര്യമായി പോകും ഇന്ന്. കണ്ടതെല്ലാം കാര്യമല്ല ചെയ്ത് കൊള്ളും. നെഞ്ചിൽ കൊണ്ട് വീഴുമേ, കണ്ണിൽ വണ്ട് വീഴുമേ, വന്നാൽ പെട്ടുപോകുമേ, നിന്നാൽ കട്ട് തിന്നുമേ. അമ്മ കട്ട് തിന്ന് തൊട്ടു നോക്കി റൊട്ടിയൊന്ന് എത്തി നോക്കി, അരമ്പോട് തട്ടി നോക്കി, ആട് എന്നു ആട്. ഹലോ സാറേ വരില്ലേ, എന്നും ഇന്ന് വരില്ലേ? അയ്യോ സാറേ വാടാ, എന്റെ മുന്നിൽ നിന്ന് ആട്. ഇവിടെ ചേർന്ന് ആടില്ലേ, പിന്നെ പാട്ട് പാടില്ലേ? പാട്ടുപാടി വരുന്നേ, മുഖം നോക്കി വരുന്നല്ലോ, മുത്തമിന്ന് വേണമെടാ, ഒരു മുത്തം തരില്ലേ? അയ്യോ അയ്യോ അയ്യോ, പാട്ട് കേട്ട് ആടുമെന്ന് കൈ ചേർത്ത് ഓടിട്. ചായ വിട്ട് ഇവിടെ വന്ന് കുസ്തി കൂട്ടി ആടിട്. ചെയ്തതെല്ലാം കാര്യമായി പോകും ഇന്ന്. കണ്ടതെല്ലാം കാര്യമല്ല ചെയ്ത് കൊള്ളും. നെഞ്ചിൽ കൊണ്ട് വീഴുമേ, കണ്ണിൽ വണ്ട് വീഴുമേ, വന്നാൽ പെട്ടുപോകുമേ, നിന്നാൽ കട്ട് തിന്നുമേ. ഞാന് അഞ്ജലിന ജോളി, കമ്പുവക്ക് പോകാമേ, റിയൽ സ്റ്റൈൽ ആകാമേ. You people following me. നെഞ്ചിൽ കൊണ്ട് വീഴുമേ, കണ്ണിൽ വണ്ട് വീഴുമേ, വന്നാൽ പെട്ടുപോകുമേ, നിന്നാൽ കട്ട് തിന്നുമേ, വന്നാൽ പെട്ടുപോകുമേ, കണ്ണിൽ വണ്ട് വീഴുമേ. ഡോക്ടർ എന്ത് പറ്റി? ചെറിയൊരു മുറിവാണ്, പെട്ടെന്ന് ശരിയായിക്കോളും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിവേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, അത് വീട്ടിലൊന്ന് സംസാരിക്കാം. ശരി ഡോക്ടർ, സൂക്ഷിച്ചു. വേണ്ട, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ ഡോക്ടർ. ശരി എന്നാ. വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. എന്ത് പറ്റി കാർത്തിക്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യണോ? അമ്മ എന്ത് പറ്റിയടാ? വിശക്കുന്നമ്മേ, വിളമ്പി തരൂ. അമ്മേ. വിശക്കുന്നു, ഒന്ന് വേഗം താ അമ്മേ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ സുഖല്ലേ? സുഖം തന്നെ. എനിക്കൊരു ഇൻഫർമേഷൻ വേണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എന്നോട് പറയാനുണ്ട്. കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ അങ്കിൾ? നിന്റെ അച്ഛനെ കൊന്നത് ആരാന്ന് എനിക്കറിയാം. ആര്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ പറഞ്ഞ് എന്നെ എപ്പോഴും ടോർച്ചർ ചെയ്യാറുണ്ട്. ആരങ്ങനെ ചെയ്തേ? കാണിക്കാം മോളെ, ഇതൊന്ന് നോക്കിയേ, ഈ വീഡിയോ ഒന്ന് കണ്ടു.
എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്ത് വെച്ച് കാർത്തിക്? ഡോക്ടർ പറഞ്ഞതല്ലേ, ജ്യൂസ് കുടിച്ചിട്ട് ടാബ്ലറ്റ് കഴിച്ചാൽ മതി. നിനക്ക് ഒരു വശം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എപ്പോഴും എന്തിനാ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത്? അതിന് ഞാനെന്താ ചെയ്തേ? അതൊക്കെ എന്റെ വായ കൊണ്ട് തന്നെ പറയണോ? നീ എന്ന് എന്റെ ജീവിതത്തിലേക്ക് ഒന്നും അന്നെല്ലാം നശിച്ചു. എന്താ ഇവിടെ? എന്തിനാ വഴക്കൂടുന്നേ? എന്താ മോളെ? ഞാൻ കാരണോ? അതെ, നിന്നെ എന്റെ ഭാര്യയാക്കി ഞാൻ തലേ കയറ്റി നടന്നു. പക്ഷെ ഇതുവരെ എന്റെ ചെറുവിരൽ കൊണ്ട് പോലും നിന്നെ ഞാൻ തൊട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാണമില്ലാതെ പിന്നെ പ്രശാന്തിന് പിന്നാലെ നടക്കുക. അവനെ മനസ്സിൽ വെച്ച് നീ എങ്ങനെ എന്റെ കൂടെ ജീവിക്കുന്നത്? ശരിയാ, അവനെ സ്നേഹിച്ചെന്നുള്ളത് ശരിയാ. പക്ഷെ ഞാൻ അവൻ എന്റെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞു. കാർത്തിക്കിനെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ കരുതി. അതിന് പറ്റിയൊരു സിറ്റുവേഷനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആ കഥകളൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ എന്നെ ആക്സെപ്റ്റ് ചെയ്ത അന്ന് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം തുടങ്ങണമെന്ന് വിചാരിച്ചതാ. ക്ഷമിക്കണം. നിന്നെ കുറിച്ചുള്ള സത്യം അറിയാതെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി കാവ്യ. ഐ ആം സോറി. ഐ ലവ് യു കാവ്യ. ഹലോ കല്ലൂബായ്, ഞാൻ കാർത്തികാണ്. അന്ന് എൻ്റെ വൈഫിനെ കൊല്ലാൻ വേണ്ടി ഞാൻ കുറച്ച് പൈസ തന്നിരുന്നില്ലേ? ആ പ്ലാൻ ഞാൻ മാറ്റി. എൻ്റെ ഭാര്യയെ ഇനി കൊല്ലരുത് പ്ലീസ് കല്ലൂബായ്. നീ എന്നെ ബലം പിടിക്കുന്നു. കാവ്യ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിന്റെ അച്ഛനെ കൊന്നത് ഞാൻ. അങ്കിൾ പറ അങ്കിൾ. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേൾക്കങ്ങൾ. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി മേല നീ എന്റെ മോളുടെ പിന്നാലെ നടന്നാ നിന്റെ ഞാൻ അഴിയണ്ടിക്കും. ഓർത്തു വെച്ചോ. അങ്കിൾ, ഞാൻ കാശിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കാവ്യ എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. നിന്നെ പോലുള്ള ചതിയന്മാരെ വെറുതെ വിടാൻ പാടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കളവനെ തീർക്കേണ്ട സമയമായി. എടാ സലിമേ, ആ കിളവൻ മിസ്സാവരുത് കേട്ടോ. അടുത്ത സ്പോട്ടിൽ നമ്മുടെ ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം സെറ്റാണ് ചേട്ടാ.
നിങ്ങളുടെ പെണ്ണിനെ എനിക്ക് തരില്ല അല്ലേ? തരില്ലടാ നായിൻ്റെ മോനെ. എടാ നിഷാണ്ടേ, വണ്ടി കയറാ. ഓക്കേട്ടാ. എടാ പക്ക ഒരു ആക്സിഡന്റ് ആയിരിക്കണം. ശരി ചേട്ടാ. തൻ്റെ മോളും എനിക്കാണ്, തൻ്റെ മുഴുവൻ സ്വത്തും എനിക്കാണ്. കാശിനു വേണ്ടിയാടി. എന്നെ ഇഷ്ടമല്ലോ നിനക്ക്. NRIനെ മാത്രമേ നിനക്ക് പിടിക്കുള്ളൂ അല്ലേ? ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചു എന്നറിയോ? ഇനി നിന്റെ കെട്ടിയവനെയും കൂടി അങ്ങ് തട്ടിയേക്കാം. നിന്റെ അച്ഛനെ എങ്ങനെ കൊന്നേന്നറിയോ? ഇതുപോലെ ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാ കൊന്നത്. ഡോക്ടറെ എങ്ങനെ കൊന്നേന്നറിയോ? ഇങ്ങനെ ചക്ക് ചക്കെന്ന് പറഞ്ഞ് കോഴി അരിയണ പോലെ അങ്ങ് കൊന്ന്. കാവ്യ, ഞാൻ സോറി പറഞ്ഞല്ലോ.